മാമ്പഴ സീസണൊക്കെ അല്ലേ, അപ്പോൾ നമുക്കൊന്ന് മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കി നോക്കിയാലോ. ഒരു 6 മാങ്ങ നമ്മൾ തോലെല്ലാം കളഞ്ഞ് വേവിക്കാനായിട്ട് വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ട്. അത് വേകുന്ന സമയത്ത് നമ്മൾ ഒരു പിടി അളവിൽ തേങ്ങയും 2 സ്പൂണോളം തന്നെ കട്ട തൈരും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 2 ടേബിൾ സ്പൂണോളം മുളക് പൊടി ഇട്ടിട്ട് നല്ല ഫൈൻ പേസ്റ്റായിട്ട് അരച്ച് മാറ്റി വെക്കുക കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ വെള്ളം ഒഴിച്ച് ഒന്ന് ജസ്റ്റ് വെന്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ശർക്കര ചേർത്ത് കൊടുക്കുക. അതേപോലെ തന്നെ ഈ ഒരു ടീസ്പൂണോളം തന്നെ നെയ്യും കൂടെ ചേർത്തിട്ട് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് നമ്മൾ ഈ ഒരു മാങ്ങ സോഫ്റ്റ് ആവാനായിട്ട് ഒന്ന് വെയിറ്റ് ചെയ്യുക. പെട്ടെന്ന് തന്നെ മാങ്ങ സോഫ്റ്റായി കിട്ടും കേട്ടോ. എന്നിട്ട് നമ്മൾ ഈ ഒരു അരപ്പുണ്ടല്ലോ, അരച്ച് വെച്ചിരിക്കുന്നത് നമ്മൾ അതിലേക്ക് ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഒരല്പം ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഇതൊന്ന് ഇറക്കി വെക്കുക. അത് കറക്റ്റ് സെറ്റായി. ഇനി നമ്മളൊരു പാത്രത്തിലേക്ക് കുറച്ച് എണ്ണയും നെയ്യും ചേർത്ത് കടുകും ഉലുവയും ഇടുക. കുറച്ച് കറിവേപ്പിലയും അതുപോലെ ചില്ലി ഫ്ലെക്സും കൂടെ ചേർത്ത് നന്നായി ഒന്ന് ഇളക്കിയതിന് ശേഷം നമ്മൾ ഈ ഒരു മാമ്പഴ പുളിശ്ശേരിയിലേക്ക് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഈ ഒരു കറി ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് വേറെ ഒന്നും തന്നെ വേണ്ട. അപ്പം നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക.